ഇനി പുതിയ കാര്യത്തിലേക്ക് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ശരിയായില്ലേ? സർക്കിൾ സെന്റർ, ഇതുപോലെ സർക്കിളും ഉണ്ട്, സർക്കിൾ സെന്ററും. സർക്കിളിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, എ. അനദർ പോയിന്റ് ബി, അനദർ പോയിന്റ് സി, അനദർ പോയിന്റ് ഡി, അടുത്തത് ഇ, അടുത്തത് എഫ്. അപ്പൊ എ മുതൽ എഫ് വരെയുള്ള പോയിന്റ്സ് ഞാൻ ഈ സർക്കിളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എ മുതൽ ബി വരെ ഇത്രയും പോർഷൻ മാത്രം എടുത്തു. ഇത് ഫുള്ള് നമ്മളിലെ സർക്കിൾ ആവുള്ളൂ. ഈ ഒരു പോർഷൻ മാത്രം എടുത്താൽ, എ മുതൽ ബി വരെ ഉള്ളത് ഇത്രയും പോർഷൻ മാത്രം എടുത്താൽ ഈ ഒരു ഭാഗത്തിന്റെ പേരാണ് ആർക്ക്. ഇതാണ് ആർക്ക്, മീൻസ് ചാപം. മലയാളത്തിൽ പറഞ്ഞാൽ ഇതാണ് ചാപം. അപ്പോൾ എ മുതൽ ബി വരെയുള്ള ഇത്രയും പോർഷൻ സർക്കിളിന്റെ ഒരു പാർട്ട്, ഫുള്ളാകുമ്പോഴേ സർക്കിൾ ആവുള്ളൂ. ഞാൻ അതിന്റെ ഒരു ഭാഗം മാത്രം എടുത്താൽ അതൊരു ആർക്കാവും, ഒരു ചാപമാകും. അപ്പോൾ എ മുതൽ ബി വരെയുള്ളത് ഒരു ചാപമാണ്. അപ്പോൾ ഇതൊരു ചെറിയ ഒരു ആർക്കാണ് അല്ലെ, ചെറിയ ചാപമാണ്. എ മുതൽ സി വരെ എടുത്തു, എ തുടങ്ങി ബിയിലൂടെ കടന്ന് സിയിലെത്തി, ഇത്രയും ഭാഗം എടുത്തു. ഇതൊരു അനന്തര ചാപമാണ്, അനന്തര ആർക്കാണ്. ഇവിടെ ആർക്ക് ഏതൊക്കെയായി? ആർക്ക് ആദ്യം പറഞ്ഞത് എ ബി, പിന്നെ അടുത്ത പറഞ്ഞത് ഏതാ? ആർക്ക് എ തുടങ്ങി ബിയിലൂടെ കടന്ന് സിയിലെത്തി. നമ്മൾ എന്ത് പറയുന്നേ? ആർക്ക് എ ബി സി എന്ന് പറയും. ഇവിടെ എക്കും ബിക്കും ഇടയ്ക്ക് വേറെ ലെറ്റർ ഇല്ല, അക്ഷരങ്ങളുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ആർക്ക് എ ബി എന്ന് പറഞ്ഞു. അടുത്ത എയിൽ തുടങ്ങി ബിയിലൂടെ കടന്ന് സിയിലെത്തി. അപ്പൊ ഈ ആർക്ക് നമ്മൾ എന്ത് പറയും? ആർക്ക് എ ബി സി. നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എ ബി സി, ചാപം എ ബി സി. ഇനി അടുത്ത ആർക്ക് നോക്കുക. എയിൽ തുടങ്ങി ബിയിലൂടെയും സിയിലൂടെയും കടന്ന് ഡിയിലെത്തി. അപ്പൊ അതിന് നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ആർക്ക് എയിൽ തുടങ്ങി ബിയിലൂടെയും സിയിലൂടെയും കടന്ന് ഡിയിലെത്തി. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് പറയും ഇത് വരണ ആർക്ക് എ ബി സി ഡി നിങ്ങൾ പറയും അല്ലേ? ശരിയാണ്. പക്ഷെ നമ്മൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ 3 ലെറ്റർ മാത്രമേ കൊടുക്കാവൂ, 3 അക്ഷരങ്ങളെ മാക്സിമം കൊടുക്കാവൂ. അപ്പൊ അവിടെ തുടക്കവും ഒടുക്കവും മസ്റ്റ് ആയിട്ട് വേണം. എയും ഡിയും കൃത്യമായിട്ട് വേണം. എയിൽ തുടങ്ങി ഡിയിൽ അവസാനിച്ചു. എയും ഡിയും ഉറപ്പായിട്ട് വേണം. പിന്നെയുള്ള ബിയും സിയുമാണ് അല്ലേ? ഇതിലെ ഏത് കൊടുത്താലും മതി. ഡി ആയാലും മതി, സി ആയാലും മതി, രണ്ടായാലും ശരിയാണ്. അപ്പൊ നമുക്ക് ഇതിനെ ആർക്ക് എ ബി ഡി എന്ന് പറഞ്ഞാൽ എ തുടങ്ങി ബിയിലൂടെ കടന്ന് ഡിയിലെത്തി, ഇത്രയും ഭാഗമാണ്. അതിന് പകരം നമുക്ക് ഇതിനെ ആർക്ക് എ സി ഡി എന്ന് പറഞ്ഞാലും മതി. എങ്ങനെ പറയാം? എ തുടങ്ങി സിയിലൂടെ കടന്ന് ഡിയിലെത്തി. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ പറയാം? ആർക്ക് എ ബി ഡി എന്നും പറയാം, ആർക്ക് എ സി ഡി എന്നും പറയാം. അപ്പൊ ഇനി നമുക്ക് ഒരു ആർക്കിന് പേര് കൊടുക്കാം. അടുത്ത ഞാൻ പറയാൻ പോണത് ആർക്ക് എയിൽ തുടങ്ങി സിയിലൂടെ കടന്ന് ഇയിലെത്തി. ആർക്ക് എ, ഇവിടെ എ എന്ന പോയിന്റ് തുടങ്ങി ബിയിലൂടെയും സിയിലൂടെയും ഡിയിലൂടെയും ഇയിലൂടെ അല്ലെ, ഡിയിലൂടെയും കടന്ന് എവിടെ എത്തി? ഇയിൽ അവസാനിച്ചു. എവിടെ തുടങ്ങി? എയിൽ തുടങ്ങി ഇയിൽ അവസാനിച്ചു. അപ്പൊ എങ്ങനെയൊക്കെ പേര് പറയാം നമുക്ക്? ആർക്ക് എ ബി ഇ പറയാം. തുടക്കവും ഒടുക്കവും കൃത്യമായി പറയണം. എയിൽ തുടങ്ങി ബിയിലൂടെ കടന്ന് ഇയിൽ അവസാനിച്ചു. ഓക്കെ. എയിൽ തുടങ്ങി സിയിലൂടെ കടന്ന് ഇയിൽ അവസാനിച്ചു, അത് ഓക്കെ. എയിൽ തുടങ്ങി ഡിയിലൂടെ പാസ് ചെയ്ത് ഇയിൽ അവസാനിച്ചു. അപ്പൊ എങ്ങനെയൊക്കെ പറയാം? ആർക്ക് എ ബി ഇ എന്ന് പറയാം, ആർക്ക് എ സി ഇ എന്ന് പറയാം, ആർക്ക് എ ഡി ഇ എന്ന് പറയാം. ഇതെല്ലാം ഒരേ ആർക്ക് തന്നെയാണ്. പേര് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ഈ ഇവിടെ പോലെ എ തുടങ്ങി ഇയിൽ അവസാനിക്കുമല്ലോ, എങ്ങനെയൊക്കെ പറയാം? ആർക്ക് എ ബി ഇ എന്ന് പറയാം, ആർക്ക് എ സി ഇ എന്ന് പറയാം, ആർക്ക് എ ഡി ഇ എന്നും പറയാം. എങ്ങനെ പറഞ്ഞാലും സെയിം ആണ്. എങ്ങനെയൊക്കെ പറയാം? ആർക്ക് എ ബി ഇ പറയാം,
ഓർ എങ്ങനെ പറയാം? ആർക്ക് ACE എന്ന് പറയാം. ഓർ അതല്ലെങ്കിലോ ആർക്ക് ADE അല്ലേ? ഇത് മൂന്നായാലും സെയിം ആർക്ക് തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ആർക്ക് നിങ്ങൾ ഏത് നോക്കിക്കോണം. ആർക്ക് AFC. ഈ പടത്തിൽ നോക്കിക്കൊള്ളുക. ആർക്ക് AFC എങ്ങനെ പറയാം? A തുടങ്ങി ആർക്ക് ചാപം AFC എന്ന് പറഞ്ഞാൽ എയിൽ തുടങ്ങി എഫിലൂടെ കടന്ന് എവിടെ എത്തണം? സിയിലെത്തണം. എങ്ങനെ പറയാം? എയിൽ തുടങ്ങി എഫിലൂടെ കടന്ന് സിയിലെത്തും. നമുക്ക് ഈ പടത്തിൽ നോക്കാം. എ തുടങ്ങി ഏതിലൂടെ പോണം? എഫിലൂടെ. ഞാൻ ഇതിലേ പോണം അല്ലെ? അപ്പൊ AFC അവസാനിക്കണം. ഇവിടെ തീരും. കണ്ടോ? AFC അവസാനിച്ചു. ഇതേ സെയിം ആർക്കാണ് ഞാൻ എന്തെന്ന് പറഞ്ഞാലും AEC എന്ന് പറഞ്ഞാലും ശരിയല്ലേ? AEC. അതേ സെയിം ആർക്കാണ് ഞാൻ എന്ത് പറഞ്ഞാലും ആർക്ക് ADC എന്ന് പറഞ്ഞാലും. ADC A തുടങ്ങി ഡിയിലൂടെ കടന്ന് സിയിൽ അവസാനിച്ചു അല്ലെ? ഇത് മൂന്നും ഒരേ ആർക്ക് തന്നെയാണ്, സെയിം ആർക്ക് തന്നെയാണ്. ഒരു ആർക്കിന്റെ പേര് പറയാൻ നമുക്ക് മാക്സിമം എന്ത് ഉപയോഗിക്കാം? 3 ലെറ്റർ ഉപയോഗിക്കാവൂ. അപ്പൊ സ്റ്റാർട്ടിങ്ങും എൻഡും കൃത്യമായിട്ട് വേണം. ഇടയ്ക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ലെറ്റർ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഈ ബാക്കി ലെറ്റർ ഒന്നും ഇല്ല എന്ന് വിചാരിച്ചോ. എയും ബിയും മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ ആർക്ക് AB എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ മുതൽ ഇവിടെ വരെ ആർക്ക് AB. മറ്റൊരാൾ എന്ത് വിചാരിക്കും? എയിൽ തുടങ്ങി ഇതുവഴി വന്ന് ഇത്രയും ഭാഗം വന്ന് ബിയിൽ അവസാനിച്ചാലും ആർക്ക് AB ആണല്ലോ. അപ്പൊ ഇവിടെ ആർക്ക് AB എന്ന് പറഞ്ഞാൽ ഈ സ്മാൾ ആർക്കും ശരിയാവും, ഈ ലാർജ് ആർക്കും ശരിയാവും. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് തന്നെ പറയണം സ്മാൾ ആർക്ക് AB എന്നും ലാർജ് ആർക്ക് AB എന്നും. അപ്പൊ 2 ലെറ്റർ വെച്ചാണ് നമ്മൾ ആർക്കിന്റെ പേര് പറയുന്നതെങ്കിൽ നമ്മളെ കൃത്യമായിട്ടും സ്മാൾ ആണെങ്കിൽ സ്മാൾ എന്നും ലാർജ് ആണെങ്കിൽ ലാർജ് എന്നും നമ്മൾ കൃത്യമായിട്ടും പറയണം അല്ലെ? നമുക്ക് മനസ്സിലാവണം ഏതോ ആർക്കാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ നമ്മൾ ഇതാണ് ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്മാൾ ആർക്ക് AB. ഇതാണ് ഉദ്ദേശിച്ചെങ്കിലോ നമ്മളെന്ത് പറയും? ലാർജ് ആർക്ക് AB. അപ്പൊ ഇത്രയും ഭാഗമാണെങ്കിൽ സ്മാൾ ആർക്ക് AB. A തുടങ്ങിയത് ഇതിലേക്ക് ഇറങ്ങി വന്ന ഇത്രയും ഭാഗമാണ് ഉദ്ദേശിച്ചതെങ്കിലോ ലാർജ് ആർക്ക് AB. ഓക്കെ, ഇനി നമുക്ക് ഒരു സർക്കിളിലെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആർക്കിനെ കുറിച്ച് മനസ്സിലായി കാണാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നമുക്ക് സർക്കിൾ സെന്ററിന് ഞാൻ A എന്ന് പേര് കൊടുത്തു. ഓക്കെ, സർക്കിളിലെ ഒരു പോയിന്റ് P, അനദർ പോയിന്റ് Q. ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു R. ഓക്കെ, ആർക്ക് PRQ. ആർക്ക് PRQ എവിടെ തുടങ്ങി? Pയില് തുടങ്ങി ആറിലൂടെ കടന്ന് എവിടെ എത്തി? Qയിൽ അവസാനിച്ചു. പേര് പറഞ്ഞേ, ആർക്ക് PRQ. ഇതാണ് ആർക്ക്. മനസ്സിലായല്ലോ? ഇവിടെ നിന്നോട്ട് ആറിലൂടെ കടന്ന് Qയിലെത്തി. അപ്പൊ ഈ ആർക്കിന്റെ എൻ പോയിന്റ്സ് ഏതൊക്കെയാണ്? Pയും Q. Pയിൽ നിന്ന് സർക്കിൾ സെന്ററിലേക്ക് ജോയിൻ ചെയ്തു, Qവിൽ നിന്നും സർക്കിൾ സെന്ററിലേക്ക് ജോയിൻ ചെയ്തു. ഇപ്പൊ ഇവിടെ ഒരു ആംഗിൾ കിട്ടി, ആംഗിൾ PAQ. എന്ത് കിട്ടി? ആംഗിൾ PAQ. കണ്ടോ? അപ്പൊ ഇവിടെ ഈ PRQ എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് PAQ, മീൻസ് കേന്ദ്ര കോൺ. അപ്പോൾ ഒരു ചാപത്തിന്റെ അഗ്രബിന്ദുക്കളെ എൻ പോയിന്റ്സിനെ സർക്കിൾ സെന്ററുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ ആണ് ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, ആ ആർക്കിന്റെ കേന്ദ്ര കോൺ.
നിങ്ങൾ 9ാം ക്ലാസ്സിൽ കേന്ദ്രകോണിനെ കുറിച്ച് പഠിച്ചു കാണും. അപ്പോൾ പി ആർ ക്യു എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്, കേന്ദ്രകോണാണ് ആംഗിൾ ഏത്? പി എ ക്യു. അപ്പോൾ ഈ പി ആർ ക്യു 80 ഡിഗ്രി ആണെങ്കിൽ പി എ ക്യുവും 80 ഡിഗ്രി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിന്റെ ഡിഗ്രി മെഷറും ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഡിഗ്രി മെഷറും സെയിം ആയിരിക്കും. ഒരു ചാപത്തിന്റെ ഡിഗ്രി മെഷറും ആ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ ഡിഗ്രി മെഷറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പഠിച്ചു നോക്കുക. ഒരു ആർക്ക് എത്ര ഡിഗ്രി ആണോ അതേ അളവ് തന്നെ ആയിരിക്കും ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഡിഗ്രി മെഷറും. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തു. യെസ്, നോക്ക. ആർക്ക് പി എസ് ക്യു, ആർക്ക് ഏതാണ്? പി എസ് ക്യു. ഇവിടെ തുടങ്ങി, ടിയില് തുടങ്ങി, എസിലൂടെ കടന്ന് ക്യൂലെത്തി. ആർക്ക് പി എസ് ക്യു. അപ്പൊ പി എസ് ക്യൂവിന്റെ എൻ പോയിന്റ്സ് ഏതൊക്കെയാ? പിയും ക്യൂവും. എൻ പോയിന്റ്സിനെ സർക്കിൾ സെന്ററുമായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ഇത്രയും ഭാഗമാണ് ഈ വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. സർക്കിൾ ആകുമ്പോൾ നമുക്ക് എന്തറിയാം? ഫുള്ളായിട്ട് 360 ആണെന്ന് അറിയാം. സർക്കിളിന്റെ ഡിഗ്രി മെഷർ ഇവിടെ ഇപ്പൊ 80 പോയി, ബാക്കി എത്ര? 280 അല്ലേ? അപ്പൊ ആംഗിൾ പി എ ക്യു, പി എ ക്യു എന്ന് പറയുന്ന ഈ സെൻട്രൽ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 280 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ഒരു ആർക്കിന്റെ ഡിഗ്രി മെഷർ 280 ഡിഗ്രി ആയതുകൊണ്ട് ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, ഈ പുറത്തുള്ള ഈ പി എ ക്യു എന്ന് പറയുന്ന ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 280 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആർക്ക് ഏത് ഭാഗത്താണോ വരിക ആ ഭാഗത്തായിരിക്കും അതിന്റെ സെൻട്രൽ ആംഗിളും വരിക. മനസ്സിലായാലോ? പി ആർ ക്യു എന്ന് പറയുന്ന ആംഗിൾ, ആർക്ക് ഇവിടെ വന്നു, അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ ഇവിടെ വന്നു. ഇത് അതിന്റെ വലിയ ആർക്ക് പി എസ് ക്യു, അതിന്റെ സെൻട്രൽ ആംഗിൾ ഇവിടെ വന്നു, ഇവിടെ വന്നു പി എ ക്യു. ആർക്കിന്റെ ഡിഗ്രി മെഷർ എത്രയാണോ അത് തന്നെ ആയിരിക്കും അതിന്റെ സെൻട്രൽ ആംഗിളിന്റെയും ഡിഗ്രി മെഷർ. ഒന്ന് ചെയ്ത് കാണിക്കാം. നോക്കാം. ആർക്ക് എ ബി സി കണ്ടല്ലോ, ആർക്ക് എ ബി സി. ആർക്ക് എ ബി സി 100 ആണെന്ന് വിചാരിച്ചോളുക. അപ്പോഴേ ആംഗിൾ എ പി സി എത്ര ആയിരിക്കും? 100. ഓക്കെ, ഇത് രണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ആർക്ക് സി ഡി എത്രയാണെങ്കിൽ 70 ആണെങ്കിൽ ആംഗിൾ ഡി പി സി, ഈ ആംഗിൾ എത്ര ആയിരിക്കും? 70. കണ്ടോ? ഇത് 80 ആണെന്ന് വിചാരിച്ചോളുക. അപ്പൊ ഇവിടെ എത്രയാവും? 80. സർക്കിള് ഫുള്ള് എത്രയാണ്? 360. ഇപ്പൊ എത്രയൊക്കെ ആയി? 100, 170, 170, 80 എത്രയാ? 250 അല്ലേ? 250 പോയിട്ട് ബാക്കി എത്ര? 110. അപ്പൊ ആർക്ക് എ എത്ര വരും? 110. അപ്പോഴ് ഈ ആംഗിൾ എത്ര ആയിരിക്കും? 110. മനസ്സിലായോ? അപ്പൊ ഒരു ആർക്കും ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിളും എല്ലായ്പ്പോഴത്തായിരിക്കും സെയിം മെഷർമെന്റ് ആയിരിക്കും. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 70, ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 80, ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ 110, ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 100. ഓക്കെ,
സർക്കിൾ സെന്റർ മാർക്ക് ചെയ്തു പി. ഇത് എ, ഇത് ബി, ഇത് സി. നോക്കുക, പി എ ജോയിൻ ചെയ്തു, പി സിയും ജോയിൻ ചെയ്തു. ഇവിടെ നമുക്കറിയാം ആർക്ക് എ ബി സി എത്ര ഡിഗ്രി ആണോ അതേ മെഷർമെന്റ് തന്നെ ആയിരിക്കും ആർക്ക് ഏതാ എ പി സി. അപ്പൊ എ ബി സി ഇവിടെ 80 ആണെങ്കിൽ ആംഗിൾ എ ബി സിയും എന്തായിരിക്കും 80 ആണ്. ഈ എ ബി സിയുടെ ഓപ്പോസിറ്റ് ആർക്ക് ഏതാ അത് ഞാൻ പറഞ്ഞില്ലല്ലേ, ജസ്റ്റ് പറഞ്ഞുതരാം. ഒരു സർക്കിൾ എ ബി സി ഡി. ഇപ്പൊ ഒരു സർക്കിളിലെ 4 പോയിന്റ്സ് ഇവിടെ ഉണ്ട്. ഏതൊക്കെയുണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. നിങ്ങൾ ആർക്ക് എ ബി സി എടുക്കുക. എ തുടങ്ങി ബിയിലൂടെ കടന്ന് സിയിൽ അവസാനിച്ചു. ഇത്രയും പോർഷൻ കണ്ടോ? ഇതിന്റെ കൂടെ എ ഡി സി എന്ന ആർക്കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഇത് എന്തായി മാറി? ഫുൾ സർക്കിളായി മാറി. അപ്പൊ ഒരു ആർക്കിന്റെ കൂടെ ഏത് ആർക്ക് ചേർത്ത് വെച്ചാൽ അത് ഫുൾ സർക്കിൾ ആകുമോ ആ 2 ആർക്സും നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് ആർക്ക് എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് ആർക്ക് മീൻസ് എതിർചാപങ്ങൾ. അപ്പൊ ഒരു ആർക്കിന്റെ കൂടെ ഏത് ആർക്ക് ചേർത്ത് വെച്ചാലാണ് അത് ഫുൾ സർക്കിൾ ആവുക എന്ന് നോക്കുക. അങ്ങനെ 2 ആർക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഫുൾ സർക്കിൾ ആവുകയാണെങ്കിൽ ആ 2 ആർക്കും കൂടി ചേർത്ത് നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് ആർക്ക്. അപ്പോഴ് എ ബി സി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കാണ് എ ഡി സി. തിരിച്ചു പറഞ്ഞാൽ എ ഡി സി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കാണ് എ ബി സി. ഒരാൾക്ക് പറയുകയാണെങ്കിൽ എ ബി സിയുടെ എതിർചാപമാണ് എ ഡി സി, എ ഡി സിയുടെ എതിർചാപമാണ് എ ബി സി. ഇത് ഞാൻ ചാപം ബി എ സി പറയണമെന്ന് വിചാരിച്ചോ. ആർക്ക് ബി എ സി, ചാപം ബി എ സി. ഈ ബി എ സിയുടെ കൂടെ ഏത് ചേർത്താൽ ഫുൾ സർക്കിൾ ആകും? ബി സി ഡി ചേർക്കണം അല്ലേ തന്നെ. അപ്പോഴ് ഇത്തിരി ചാപം ആദ്യമുണ്ട്. ഇതിന്റെ കൂടെ ബി സി ഡി ചേർക്കുമ്പോഴാണല്ലോ ഫുൾ സർക്കിൾ ആവുക. അപ്പൊ ബി എ ഡിയും ആർക്ക് ബി എ ഡിയും ആർക്ക് ബി സി ഡി ഇവ രണ്ടും എന്താർക്കാവും? ഓപ്പോസിറ്റ് ആർക്കാവും. അപ്പൊ എന്താ ഓപ്പോസിറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ 2 ആർക്കുകൾ തമ്മിൽ ആഡ് ചെയ്ത് വെച്ചാൽ ചേർത്ത് വെച്ചാൽ ഫുൾ സർക്കിൾ ആകുമെങ്കിൽ ആ 2 ആർക്കിനെ നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് ആർക്ക് എന്ന് പറയാം, എതിർചാപങ്ങൾ എന്ന് പറയാം. അപ്പൊ ഇതുപോലെ എ ബി ഡി എന്ന് പറയുന്ന ഈ ആർക്ക് ഇത്രയും ഭാഗം ഇതിന്റെ ഓപ്പോസിറ്റ് ആർക്ക് എതിർചാപം ഏതാണ്? ഇവിടെ തുടങ്ങി ഇതിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ അവസാനിക്കണം അല്ലേ? ഇവിടെ തുടങ്ങി ഇതിലേക്ക് വന്ന് ഇത്രയും ഭാഗമുണ്ട്. ഇത്രയും ഈ വലിയൊരു ആർക്കാണ് ഈ എ ബി സി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്ക്. അതിൽ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. യെസ്, കണ്ടോ? ഈ പോയിന്റിലേക്ക് എയിൽ നിന്ന് ജോയിൻ ചെയ്തു, സിയിൽ നിന്നും ജോയിൻ ചെയ്തു. അപ്പൊ എന്താ ചെയ്തത്? ഒരു ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കില് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിലേക്ക് ഈ ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. ചെയ്തല്ലോ. ഈ ആംഗിളിന്റെ ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞാൽ, അളവ് എന്ന് പറഞ്ഞാൽ, ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് മീൻസ് 40 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഒരു ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കിലുള്ള ഒരു പോയിന്റിലേക്ക് ആ ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് നമ്മൾ ആംഗിൾ വരച്ചാൽ അല്ലെ, ജോയിൻ ചെയ്ത് ആംഗിൾ വരച്ചാൽ കിട്ടുന്ന ആ ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ 80 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായപ്പോൾ എത്രയായിരിക്കും? 40 ആയിരിക്കും. അപ്പൊ ഇവിടെ 100 ആണെങ്കിലോ ഇവിടെ 100 വരും അല്ലെ, ഇവിടെ 100 ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 50 ആയിരിക്കും. കണ്ടോ?
ഇനി മറ്റൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, ആർ. എയിൽ നിന്ന് ആറിലേക്ക് ജോയിൻ ചെയ്തു, ആറിൽ നിന്ന് സിയിലേക്കും ജോയിൻ ചെയ്തു. എത്ര വരും? അതും ഈ 50 തന്നെ ആയിരിക്കും. ഓക്കെ. മറ്റൊരു പോയിന്റ് മാർക്ക് ചെയ്തു, എ ബി സിയുടെ ഓപ്പോസിറ്റ് ആർക്കില് അല്ലെ, ഡി. എ ഡി വരച്ചു, ബി ഡിയും വരച്ചാൽ അതും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 50 ഡിഗ്രി തന്നെ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഒരു ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കിലുള്ള എത്ര ആംഗിൾ നമ്മൾ വരച്ചാലും ആ ആംഗിളിന്റെ എല്ലാ മെഷർമെന്റ് ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഡിഗ്രി മെഷറിന്റെ ഹാഫ് ആയിരിക്കും, പകുതിയായിരിക്കും. അപ്പോഴെന്താ പറഞ്ഞ നമ്മള്, ഒരു ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കിലെ ഏതൊരു പോയിന്റിലേക്ക്, ഇഷ്ടമായ പോയിന്റ് ഇവിടെ ഉണ്ട്, ഓപ്പോസിറ്റ് ആർക്കിലുണ്ട്, അതിലെ ഏതൊരു പോയിന്റിലേക്കും ഈ ആർക്കിന്റെ എൻഡ് പോയിന്റിൽ നിന്നും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ആദ്യത്തെ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും, പകുതിയായിരിക്കും. ഓക്കെ. അപ്പൊ തിരിച്ചു പറയുകയാണെന്ന് വെച്ചോ, ഒരു ആർക്കിലെ ആംഗിള് 50 ഉണ്ട്. ആ പടം വരയ്ക്കൊന്നുകൂടി. ഇവിടെ ഞാൻ 30 ഒന്ന് കൊടുത്തു. ആംഗിൾ പി ക്യൂ. അപ്പൊ ആംഗിൾ പിക്ക് വരെ എത്ര ഡിഗ്രി? 30 ഡിഗ്രി. സർക്കിൾ സെന്റർ ആണ് സി. പി സി ആർ സി ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പൊ ഇവിടെ ആംഗിൾ പി സി ആർ ഈ ആംഗിള് എത്ര വരും? ഈ 30യുടെ ഡബിൾ എത്ര? 60. ഇരട്ടി അല്ലേ? നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ 60 ആയിരുന്നപ്പോൾ ഇതിന്റെ ഹാഫ് ആണ് ഇവിടെ വരിക. അപ്പൊ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 30. ഓക്കെ. തിരിച്ചു പറഞ്ഞാൽ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 60. അപ്പൊ ഇവിടെ 100 ആണെങ്കിലോ ഇവിടെ എത്ര ആയിരിക്കും? 200. ഓക്കെ. തിരിച്ചു പറഞ്ഞാൽ ഇവിടെ 200 ആയാൽ ഇവിടെ എത്ര? 100. ആയിക്കോളൂ. ഇതിപ്പോ ക്ലോക്കാണ്, ഫിറ്റിയിരിക്കുന്ന ക്ലോക്ക്. ഓക്കെ. ഈ ക്ലോക്കില് 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 3 സംഖ്യകൾ കാണും. നമുക്കറിയാം, ക്ലോക്ക് കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. 3 സംഖ്യകൾ കാണും. അവിടെ ഇതിൽ ഫുൾ ചേരുമ്പോൾ എന്തരാവും? സർക്കിൾ ആവും. ഇത് ഫുൾ സർക്കിൾ ആകുമ്പോഴത്തേക്ക് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ് അല്ലേ? ഈ 12 എന്ന പോയിന്റ് തുടങ്ങി 1ലൂടെ 2ലൂടെ 3ലൂടെ 4ലൂടെ 5ലൂടെ എല്ലാം കടന്ന് തിരിച്ച് 12ൽ എത്തുമ്പോൾ ഫുൾ എത്ര ഡിഗ്രി ആകും? 360 ഡിഗ്രി ആവും. നമുക്കറിയാം, സർക്കിൾ ആകുമ്പോൾ അതിന്റെ മെഷർമെന്റ് എത്രയാണ്? 360 ആണ്. ചോദ്യം ഇതാണ്, ഈ 12 മുതൽ 1 വരെ ആകുമ്പോൾ 12നും 1നും ഇടയ്ക്കുള്ള ഈ ഒരു സ്മാൾ ആർക്ക് എത്ര ഡിഗ്രി വരും എന്നാണ് ചോദ്യം. ഏതാണ്? 12 മുതൽ 1 വരെയുള്ള ഈ ആർക്ക് എത്ര ഡിഗ്രി വരുമെന്നാണ് നമ്മുടെ ചോദ്യം. നോക്കട്ടെ, മൊത്തത്തിൽ എത്ര ഡിഗ്രിയാണ്? 360 ആണ്. അപ്പൊ 360 ഇവിടെ ഇതെല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ? 12 മുതൽ 1 വരെയും 1 മുതൽ 2 വരെയും 2 മുതൽ 3 വരെയും ഉള്ള ഈ സംഖ്യകൾക്കിടയ്ക്ക് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ 12 ഈക്വൽ ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ? 12 തുല്യമായ ഭാഗങ്ങളുണ്ട്. ഈ കുത്തുകൾക്കിടയ്ക്ക് എണ്ണി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ 360യെ നമ്മൾ 12 ഈക്വൽ പാർട്ടാക്കി മാറ്റിയാൽ എത്ര ഡിഗ്രി വരും? 30 ഡിഗ്രി വരും. ദാറ്റ് മീൻസ് ഈ 12 മുതൽ 1 വരെ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ 1 മുതൽ 2 വരെയും 30 ഡിഗ്രിയാണ്. 2 മുതൽ 3 വരെയും 30 ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ തുടർച്ചയായിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഏത് 2 സംഖ്യ എടുത്താലും അതിനിടയ്ക്ക് എത്ര ഡിഗ്രി വരും? 30 ഡിഗ്രി വരും.
ഓക്കെ, ഇതെല്ലാം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ഞാൻ ഈ ക്ലോക്കിലെ 30 ഞാൻ മാച്ച് കളയാൻ പോകുന്നു. ഓക്കെ, ഈ ക്ലോക്കിലെ 1 എന്ന സൂചിയും 8 എന്ന സൂചിയും തമ്മിൽ ജോയിൻ ചെയ്തു. 8ഉം 4ഉം തമ്മിൽ ജോയിൻ ചെയ്തു. 1ഉം 4ഉം തമ്മിലും ജോയിൻ ചെയ്തു. ഈ ക്ലോക്കിലെ മണിക്കൂറിന്റെ സംഖ്യകളായ 1, 4, 8 ഈ സംഖ്യകൾ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ 3 ആംഗിൾ ഉണ്ടായി. ഇവിടെ ട്രയാംഗിൾ ഫോം ചെയ്തില്ലേ? ചെയ്തു. ഈ ട്രയാംഗിളിലെ 3 ആംഗിളും എത്ര ഡിഗ്രി വീതമായിരിക്കും? ഈ 3 കോണുകളും, ഈ ത്രികോണത്തിലെ 3 കോണുകളും എത്ര ഡിഗ്രി വീതമായിരിക്കും എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നാ നോക്കണേ. 1 മുതൽ 2 വരെ 30, 2 മുതൽ 3 വരെ എത്ര? 30, 3 തൊട്ട് 4 വരെയും 30. അപ്പൊ ഈ ഒരു ആർക്ക് ഇത്രയും ഭാഗം അല്ലെ, എത്ര ഡിഗ്രി ആയി? 30, 60, 90. ഈ ഒരു ആർക്കിന്റെ ഡിഗ്രി മെഷർ എത്രയാണ്? 90 ആണ്. ഈ ആർക്കിന്റെ ഡിഗ്രി മെഷർ 90 ആണെങ്കിൽ ഇവിടെ സർക്കിൾ സെന്റർ കാണും അല്ലെ? ആ പോയിന്റിലേക്ക് സർക്കിൾ സെന്ററിൽ നിന്ന് യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ സെൻട്രൽ ആംഗിളിലെ ഓപ്പോസിറ്റ് ആർക്കിലുള്ള ഇത്രയും ഭാഗം ഓപ്പോസിറ്റ് ആർക്കാണ്. അതിലെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കോടെ? 90ന്റെ ഹാഫായ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അപ്പോഴ് നോക്കിയേ, ആ സെൻട്രൽ ആംഗിൾ മാച്ച് കളഞ്ഞു. 30, 60, 90. ഈ 90 ഡിഗ്രിയുള്ള ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കിലുള്ള ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആർക്കിന്റെ ഡിഗ്രി മെഷർ എത്ര ഡിഗ്രി ആണോ അതിന്റെ ഹാഫാണ് ഇവിടെ കിട്ടിയ എത്ര? 90. അപ്പൊ ഇങ്ങനെ പറയാം നമുക്ക്, ഒരു ആംഗിൾ ഇങ്ങനെ, ഒരു ആർക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആർക്കിന്റെ ഡിഗ്രി മെഷർ 90 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 45. കണ്ടോ എങ്ങനെയാ 45 വരിക? ഇവിടെ സെൻട്രൽ ആംഗിൾ 90 ആണ്. കണ്ടോ, ഈ 90ന്റെ ഹാഫാണ് 45. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ആർക്കിന്റെ ഹാഫ് എന്ന് പറഞ്ഞാലും, രണ്ടായാലും സെയിം സംഖ്യയാണ്. അപ്പോഴ് ഇത് ഓർത്ത് വെച്ചുകൊള്ളണം. അപ്പൊ നമുക്ക് ഇനി നോക്കാം, ഈ ആംഗിൾ നോക്കാം എത്രയാണെന്ന്. ഈ ആംഗിളിന്റെ ഡിഗ്രി മെഷർ നമുക്ക് അറിയണമെങ്കിൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആർക്ക് 8 മുതൽ 4 വരെ വരുന്ന ഭാഗമാണ്. ഇവിടെ തുടങ്ങി 7ലൂടെയും 6ലൂടെയും 5ലൂടെയും 4ലും എത്തി അല്ലെ? ഇത്രയും ഭാഗം എത്ര വരും? 30, 60, 90, 120. അപ്പൊ ഈ ആർക്ക് എത്ര ഡിഗ്രി ഉണ്ട്? 120 ഡിഗ്രി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹാഫായ 60 ആയിരിക്കും ഈ ആംഗിൾ വരിക. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? എഴുതി കണ്ടുപിടിക്കാം. ട്രയാംഗിൾ ആകുമ്പോൾ മൊത്തത്തിൽ എത്രയാണ്? 180. അത് വെച്ച് ചെയ്യാം. അല്ലാതെ കണ്ടുപിടിക്കാം. ഇവിടെ ആർക്ക് നോക്കിയേ? 30, 60, 90, 120, 150. എത്രയാ ഹാഫ്? 75. കണ്ടോ? അപ്പോഴ് ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചികൾ തമ്മിൽ യോജിപ്പിച്ചാൽ കിട്ടുന്ന ആംഗിള് കണ്ടോ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇനി ചോദ്യം മറ്റൊന്നാണ്. ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം ഇതാണ്, ഈ ക്ലോക്കിൽ നമുക്ക് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് വരയ്ക്കാനാണ്? എത്ര സമഭുജ ത്രികോണങ്ങൾ ഈ ക്ലോക്കിൽ നമുക്ക് വരയ്ക്കാം? എങ്ങനെ വരയ്ക്കാം? ഈ ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ചുകൊണ്ട് ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം? നോക്കണേ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് മീൻസ് ഓരോ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണ്ടേ? ഓക്കെയാണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോഴത്തേക്കോ അതിലെ 3 ആംഗിൾസും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. നോക്കാം. അപ്പൊ 60 ഡിഗ്രി ആംഗിൾ വരണമെങ്കിൽ ആർക്ക് എത്ര വരണം? 120 വരണം. ആർക്ക് 120 വന്നാലേ ആംഗിൾ എന്താവുള്ളൂ? അതിന്റെ ഹാഫായ 60 വരുള്ളൂ. ആർക്ക് 120 വരണമെങ്കിൽ 30, ഇപ്പൊ 12 തുടങ്ങുകയാണെന്ന് വെച്ചോ,
12 തുടങ്ങിയാൽ ഇവിടെ 30 അല്ലേ, 60, 90, 120. 12 മുതൽ 4 വരെ ആകുമ്പോൾ 120 ആയി. അടുത്ത ആർക്ക് 120 വരണം? 30, 60, 90, 120 അല്ലേ. 4 മുതൽ 8 വരെ ആയാലും 120 ആവും. പിന്നെ 8 മുതൽ 12 വരെ ആകുമ്പോൾ 120 ആവും. അപ്പൊ ഏതൊക്കെ സംഖ്യയിൽ ജോയിൻ ചെയ്താൽ 12ഉം 4ഉം 8ഉം എന്നീ സംഖ്യയിൽ യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോക്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അപ്പൊ ഏതൊക്കെയാണ്? 12, 4, 8. ഈ 3 നമ്പർ ജോയിൻ ചെയ്യുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ആവും. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് 1 ആണെന്ന് വിചാരിച്ചോ. 1 മുതൽ 5 വരെ ആകുമ്പോൾ 120 ആവും. നോക്കാം. 30, ഇവിടെ 30, 2 തൊട്ട് 3 വരെ ആകുമ്പോൾ 30, അപ്പോൾ 30, 60, ഇത് 90, ഇത് 120. അപ്പൊ 1 മുതൽ 5 വരെ അല്ലേ. ഇനി 5 തൊട്ട് എത്ര വരെ? 30, 60, 90, 120 അല്ലേ. 5 മുതൽ 9 വരെ, 9 മുതൽ എത്ര വരെ? 1 വരെ. അപ്പൊ ആന്തർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഏതൊക്കെ? 1, 5, 9. നോക്ക, നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ട് 60 ആയെന്ന്? ആർക്ക് 120 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആംഗിൾ എത്ര ആയിരിക്കും? 60 അല്ലേ. ഈ ആർക്ക് 120 ആയതുകൊണ്ട് ഈ ആംഗിൾ 60, ഈ ആർക്ക് 120 ആയതുകൊണ്ട് ഈ ആംഗിൾ 60 അല്ലേ. ഈ കണക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഏതൊക്കെ? 1, 5, 9 ആയാലും എന്താവും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവും. അതുപോലെ ഇനി 2 മുതൽ 6 വരെ, 6 മുതൽ 10 വരെ, 10 മുതൽ 2 വരെ. അപ്പൊ ഏതൊക്കെ? 2, 6, 10 എന്നീ 3 സംഖ്യകൾ ജോയിൻ ചെയ്താലും എന്താവും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവും. അടുത്ത ഏതൊക്കെയാ? 3, 7, 7, 11, 11, 3. 3, 7, 11. ഇങ്ങനെ ഇത് 3 സംഖ്യകൾ യോജിപ്പിച്ച് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ മേക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 1, 2, 3, 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചികൾ തമ്മിൽ യോജിപ്പിച്ച, മണിക്കൂറിന്റെ സംഖ്യകൾ തമ്മിൽ യോജിപ്പിച്ചാൽ ഉണ്ടാക്കാൻ കഴിയുന്ന എന്തിന്റെ എണ്ണം? സമഭുജ ത്രികോണങ്ങളുടെ എണ്ണം ഈ 4 പേരാണ്, 4 ജോഡികളാണ് അല്ലേ. എന്ത് ത്രികോണമാണ്? സമഭുജ ത്രികോണം. മീൻസ് ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമായിരിക്കും? 60 ഡിഗ്രി വീതം ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലായല്ലോ. അടുത്തതാണ് ഒരു റോഡ് അല്ലേ, ഒരു കമ്പി. ഈ കമ്പി നമ്മൾ ബെൻഡ് ചെയ്തു, ബെൻഡ് മീൻസ് വളച്ചു. അപ്പൊ ഇങ്ങനെ വരും ഒരു റോഡ്. ഇത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന റോഡ്. ഈ റോഡ് നമ്മൾ എന്ത് ചെയ്തു? ബെൻഡ് ചെയ്ത് മീൻസ് വളച്ചു. വളയ്ക്കുമ്പോഴത്തേക്ക് ഒരു ആംഗിൾ ഫോം ചെയ്യുമല്ലോ. അപ്പൊ ചോദ്യം ഇതാണ്, സർക്കിൾ. ഈ റോഡ് ബെൻഡ് ചെയ്ത ഈ ആംഗിൾ ഫോം, ഈ പോർഷൻ, ഇതിന്റെ ഈ കോർണർ കൊണ്ട് ഞാൻ ഈ സർക്കിൾ സെന്ററിൽ വെച്ചു. അപ്പൊ ഇങ്ങനെ വരും. മനസ്സിലായോ? ഈ റോഡ് ബെൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ആംഗിൾ ഷേപ്പ് ഉണ്ടായി. ഈ ആംഗിളിന്റെ വെർട്ടെക്സ്, ഇതാണ് ആംഗിളിന്റെ വെർട്ടെക്സ്. ഈ ആംഗിളിന്റെ വെർട്ടെക്സ് കൊണ്ട് ഞാൻ സർക്കിൾ സെന്ററിൽ വെച്ചു. അങ്ങനെ സെന്ററിൽ വെച്ചപ്പോൾ ഇവിടെ ഉണ്ടായ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ 1/10 ആംഗിളാണ് ഉണ്ടായത്. മനസ്സിലായോ? എന്താകുണ്ടായി? 1/10 എന്ന് പറയുന്ന ആംഗിളാണ് ഫോം ചെയ്തത്. അപ്പോഴ് ഈ ആംഗിളിന്റെ അകത്തോടെ ഈ മൊത്തമുള്ള സർക്കിളിന്റെ എത്ര പോർഷൻ ഉൾപ്പെട്ടു? ഇവിടെയും എത്രയായിരിക്കും? 1/10 പോർഷൻ ആയിരിക്കും വരിക. കാര്യം ഈ ആംഗിളിന്റെ ഈ ആർക്കിന്റെ ഡിഗ്രി മെഷർ സെയിം ആണല്ലോ. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണല്ലോ ഇവിടെ വരിക. ഇത് രണ്ടും സെയിം മെഷർമെന്റ് അല്ലേ. അപ്പൊ ഈ ആംഗിൾ 1/10 ആണെങ്കിൽ ഈ ആർക്കും എന്തായിരിക്കും? 1/10 ആയിരിക്കും. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ബെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന റോഡ് യാതൊരു ചേഞ്ചും വരുത്തിയില്ല, അങ്ങനെ തന്നെ എടുത്ത് ഇവിടെ മറ്റൊരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിലെ ഒരു പോയിന്റ് കൊണ്ടുവച്ചു. ഇത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഈ വെർട്ടെക്സ് കൊണ്ട് എവിടെ വെച്ചു? സർക്കിളിലെ പോയിന്റ് വെച്ചു. ആദ്യം സെന്ററിലാണ് വെച്ചിരുന്നത്, അത് ബാക്കിലോട്ട് വലിച്ചു കൊണ്ടുവന്ന് എവിടെ വെച്ചു? എവിടെ ആക്കി? സർക്കിളിലെ പോയിന്റ് ആക്കി. മനസ്സിലായോ? റോഡ് ബെൻഡ് ചെയ്തു, അപ്പൊ വെർട്ടെക്സ് ഉണ്ടായി. അപ്പൊ ഞാൻ എന്താ ചെയ്തത്?
ആ റോഡിന്റെ കോർണർ മീൻസ് അതിന്റെ വെർട്ടെക്സ് കൊണ്ട് ആദ്യം സർക്കിൾ സെന്ററിൽ വെച്ചു. അപ്പോൾ ഈ റോഡിനകത്ത് സർക്കിളിന്റെ മൊത്തം എത്രയാണോ അതിന്റെ 1/10 പോർഷൻ ആണ് ഉണ്ടായത്. ഇവിടെ 1/10 ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 1/10 ആയിരിക്കും. അപ്പൊ ചോദ്യം ഇതാണ്, ഈ റോഡ് ബാക്കിലോട്ട് വലിച്ചിട്ട് പുറകോട്ട് നീക്കിയിട്ട് സർക്കിളിലെ ഒരു പോയിന്റ് കൊണ്ടുവച്ചാൽ ഇവിടെ വരുന്ന ഈ ആർക്ക് കണ്ടോ മൊത്തം എത്ര പോർഷൻ വരും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ റോഡിന്റെ ഈ ആംഗിളിന് മാറ്റമൊന്നും വരുത്തിയില്ല, സെയിം ആംഗിൾ ആണ്. എത്ര ഡിഗ്രിയാണ്? 1/10 ആണ്. ഇവിടെ എത്രയാണ്? 1/10 ആണ്. അവിടെ സർക്കിളിലെ ഒരു പോയിന്റിൽ മേക്ക് ചെയ്ത ആംഗിൾ 1/10 ആണെങ്കിൽ, കാര്യം ഇത് പുറകോട്ട് വലിച്ചാൽ ഇവിടെ കൊണ്ടുവച്ചത്, ഈ ആംഗിൾ ഷേപ്പിൽ എന്ത് ചെയ്തില്ല? മാറ്റം വരുത്തിയില്ല. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ എത്ര തന്നെയാണ്? 1/10 തന്നെയാണ്. ഈ ആംഗിൾ തന്നെയാണ് ഇവിടെയും വരിക. എത്ര? 1/10. ഇവിടെ ഇത് 1/10 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും അല്ലേ? അപ്പൊ ഈ ആർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 1/10ന്റെ ഡബിൾ. 1/10ന്റെ ഡബിൾ കാണുന്നത് എങ്ങനെയാ? × 2 അല്ലേ? ഏതൊരു സംഖ്യയുടെ ഡബിൾ കാണുന്നത് എങ്ങനെയാണ്? × 2. അപ്പൊ 1/10 × 2 ഇസ് ഈക്വൽ ടു 2 10 വിട്ടുമ്പോൾ എത്ര? 5. അപ്പൊ എത്ര വരും? 1/5. ഓക്കെ, അപ്പോൾ ഈ റോഡിനകത്ത് ഈ ഫുൾ സർക്കിളിന്റെ എത്ര പോർഷൻ ഉൾപ്പെടും? 1/5 പോർഷൻ ആയിരിക്കും ഈ റോഡിനകത്ത് വരിക. ഓക്കെ, മനസ്സിലായോ? നോക്ക, ഈ പടം നോക്കിയേ, പേര് കൊടുക്കുന്നു ABCD. നോക്കട്ടെ, ആംഗിൾ ADB. ഓക്കെ, ആംഗിൾ ADB. ഈ ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ട്? 70 ഡിഗ്രി ഉണ്ട്. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ AB എന്ന് പറയുന്ന ഈ ആർക്ക് കണ്ടോ, ഇതാർക്ക് ഇവിടെ മുതൽ ഇവിടം വരെ എത്ര വരും? 70. ഇവരുടെ സെയിം ആണോ? അല്ല. എന്താക്കുന്നത്? ഇവിടെ എത്ര? 140. ഈ AB എന്ന് പറയുന്ന ആർക്കിന്റെ ഹാഫ് അല്ലേ ഇവിടെ വരുള്ളൂ. അപ്പോഴ് ഇവിടെ 140 ആണെങ്കിൽ ഇവിടെ എത്ര വരും? അതിന്റെ ഹാഫായ 70 ആയിരിക്കും. നോക്ക, ഇവിടെ 140 ആണെങ്കിൽ ആർക്ക് നിങ്ങൾ ACB നോക്കിയാണ്ടേ, ACB ആംഗിൾ ACB കണ്ടോ? ഈ ACB എന്ന് പറയുന്ന ഈ ആംഗിളും ഈ 140യുടെ ഹാഫ് അല്ലേ? 70 അല്ലേ? ADB എന്ന് പറയുന്ന ഈ ആംഗിൾ 70 ആണെങ്കിൽ ഈ ആർക്ക് AB എത്ര? 140. അപ്പൊ ഈ ആർക്ക് AB 140 ആണെങ്കിൽ ആംഗിൾ ACBയും എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ ഹാഫിൽ ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ആംഗിളും 70 ആയി, ഈ ആംഗിളും 70 ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് ആംഗിൾ ഈക്വൽ വന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾസ് ഓൺ ദി സെയിം ആർക്ക് എന്ന് പറയാം. ആംഗിൾസ് ഓൺ ദി സെയിം ആർക്ക്. ഈ AB എന്ന ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കാണ് A തുടങ്ങി ഡിയിലൂടെ കടന്ന് ഡിയിലെത്തുന്നത് അല്ലെ? അപ്പൊ ഈ ഓപ്പോസിറ്റ് ആർക്കിലുള്ള ആംഗിൾ രണ്ടും സെയിം അല്ലേ? രണ്ടും സെയിം മെഷർമെന്റ് അല്ലേ? അല്ലെ? അപ്പൊ ആംഗിൾസ് ഓൺ ദി സെയിം ആർക്സ് ആർ ഈക്വൽ. ഒരേ ചാപത്തിലുള്ള കോണുകൾ എല്ലായ്പ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ AB എന്ന ആർക്ക് ഒഴിവാക്കി ബാക്കിയുള്ള ഈ ഫുൾ ആംഗിളില്
ആർക്കില് എത്ര ആംഗിൾ ഉണ്ടോ ആ ആംഗിൾ എല്ലാം എന്തായിരിക്കും സെയിം മെഷർമെന്റ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ 140 ആണെങ്കിൽ ഇവിടെ 70, ഇവിടെ 140 ആണെങ്കിൽ ഇവിടെയും 70. ഈ രണ്ട് ആംഗിളും ഒരേ മെഷർമെന്റ് ആയിരിക്കും. ഇനി വേറെ സംഖ്യ ഞാൻ കാണിക്കാം. നോക്കിയേ, ആർക്ക് ബി സി 80 ആണെന്ന് വെച്ചോ. ഇവിടെ 80 ഡിഗ്രി ആണെങ്കിൽ ഏതെല്ലാം ആംഗിള് 80ന്റെ ഹാഫായ 40 വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ബി സി എന്ന ആർക്ക് കണ്ടോ, ഇത്രയും ഭാഗം. ഇതിന്റെ ഓപ്പോസിറ്റ് ആർക്ക് ഏതാ? ഇവിടെ തുടങ്ങി എയിലൂടെ ഡിയിലൂടെ കടന്ന് ഇത്രയും അവസാനിച്ചു. ഇവിടെ 80 ആണെങ്കിൽ ഈ ആർക്ക് നേരെ ഓപ്പോസിറ്റ് ഇവിടെ വയ്ക്കാണ്. ഇവിടെ എത്ര ആയിരിക്കും? 40. ഓക്കെ, നേരെ ഇവിടെ നോക്കിയാണ്. ഈ ഭാഗം കണ്ട ഈ ആംഗിളും ഇത് നോക്കി സെയിം അല്ലേ? ഇവിടെ എത്ര ആയിരിക്കും? 40. ഓക്കെ, അപ്പൊ ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 40, ഇവിടെ എന്താണെങ്കിൽ ഇവിടെയും 40. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ആർക്ക് സി ഡി ഞാൻ 100 എന്ന് കൊടുത്തു. ആർക്ക് സി ഡി എത്ര കൊടുത്തു? 100. ആർക്ക് സി ഡി 100 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ നോക്കിയേ എത്ര വരും? 50. ഓക്കെ, ഈ ആംഗിൾ നോക്കിയേ എത്ര വരും? ഈ 100ന്റെ ഹാഫായ 50 ഉണ്ടോ? ഈ രണ്ട് ആംഗിളും സെയിം ആംഗിൾ ആണ്. ഈ 100ന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഇവിടെയും വരിക. ഇനി അടുത്തത് ഇവിടെ 70 എവിടെയൊക്കെ വരും? 70 ആണെങ്കിൽ ആംഗിൾ എ ബി ഡി കണ്ട ഈ ആംഗിൾ എത്രയാ? 70ന്റെ ഹാഫായ 35. അതുപോലെ ഇവിടെ എത്രയായിരിക്കും? 35. ഇവിടെ ആംഗിൾസ് ഓൺ ദ സെയിം ആർക്ക് ആൾവേസ് ഈക്വൽ അല്ലെ? ഒരേ ചാപത്തിലെ കോണുകൾ എന്തായിരിക്കും? തുല്യം ആയിരിക്കും. ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 35 ആയിരിക്കും, 70 ആണെങ്കിൽ ഇവിടെ 35 ആയിരിക്കും. കാര്യം ഈ ആംഗിളിന്റെ എൻഡ് എയിൽ അവസാനിക്കുകയാണ്, ഈ ആംഗിൾ അനദർ എൻഡ് ഡി അവസാനിച്ചു. ആർക്ക് എ ഡി ആണ് ഈ ആർക്കിന്റെ ഡിഗ്രി മെഷർ. കണ്ടോ, ഇത് 70 ഡിഗ്രി വരുമ്പോഴത്തേക്ക് ഈ രണ്ട് ആംഗിളും ഒരേ മെഷർമെന്റ് ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ചോദിക്കും. ടെസ്റ്റില് ഇതുപോലൊരു പടം കൊടുത്തിട്ടുണ്ട്, അതിൽ മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെച്ച് ഇവിടെ എത്ര ആയിരിക്കും? 160. ഇവിടെ 160 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 80. ഓക്കെ, ഇത് പേര് കൊടുത്തു എ ബി സി ഡി. ഇവിടെ എയും
ബിയും സിയും ഡി, ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ ABCD. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ഇവിടെ 100 ആർക്ക് CD. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 50. ഇവിടെ 100 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 50. കണ്ടോ? ഇനി ഇത് 90. ഓക്കെ, ഇത് 90 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര? 45. ഈ ആംഗിൾ എത്രയാണ്? 45. ഓക്കെ, ഇപ്പൊ എല്ലാം കൂടെ എത്രയായി? 160ഉം 100ഉം 260. 260ഉം 90ഉം 350. ബാക്കി ഇവിടെ എത്ര? 10. അപ്പൊ AB എത്ര കിട്ടി? 10. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇതിന്റെ പകുതിയായ 5. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? എത്രയായിരിക്കും? അതിന്റെ പകുതിയായ 5. കണ്ടോ? അപ്പോഴേ ക്വാഡ്രിലാറ്ററൽ ABCD, ക്വാഡ്രിലാറ്ററൽ ABCD, ചതുർഭുജം ABCD. അതിൽ ആംഗിൾ A എത്ര? ആംഗിൾ A മീൻസ് ഇവ തങ്ങൾ കൂട്ടുന്ന ആംഗിൾ ആണ് അല്ലെ. 50 + 80 സമം എത്ര? 130. ആംഗിൾ B എന്ന് പറയുമ്പോൾ എത്രയാണ്? 45 + 5 എത്ര? 50 ഡിഗ്രി. ആംഗിൾ C എത്രയാണ്? ആംഗിൾ B മാറിപ്പോയി. ആംഗിൾ B എത്രയാണ്? ആംഗിൾ B ഇതാണ്. ആംഗിൾ B എത്രയാണ്? 45 + 50 എത്ര? 95. ആംഗിൾ C എത്രയാണ്? 45 + 5 എത്ര? 50. ആംഗിൾ D എത്ര? 5 + 85 എത്ര? 90. ഓക്കെ, അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ ABCD നമുക്ക് എന്ത് കിട്ടി? എല്ലാ ആംഗിളും കിട്ടി. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ആ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതേ കണക്കത്തത്. ഇതേപോലെ നമുക്ക് ഒരു ആംഗിൾ വെച്ചുകൊണ്ട് തന്നെ അടുത്ത ആംഗിൾ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ തിയറി എന്താണ്? ആംഗിൾസ് ഓൺ ദ സെയിം ആർക്ക് ആർ ഈക്വൽ ആയിരിക്കും അല്ലെ. ഒരേ ആർക്കിലുള്ള ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെ സർക്കിൾ കിടക്കണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ആംഗിൾ വരിക. കണ്ടോ? ഈ ആംഗിൾ ഇവിടെ ഇത് എത്രയായാലും അതിന്റെ ഹാഫ് ആയിരിക്കും, അതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരിക. സെൻട്രൽ ആംഗിൾ അല്ലേ അല്ലേ? ഇവിടെ 100 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 100. ഈ 100ന്റെ ഹാഫ് ആണ് ഇവിടെ വരിക. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ അങ്ങ് മാറ്റി കളഞ്ഞാലോ? ഉണ്ടോ? ഇവിടെ 50 ആയപ്പം ഇവിടെ എത്രയായിരിക്കും? 100 ഇരട്ടി. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഉണ്ടോ? ഇവിടെ 100 ആകുമ്പോൾ എത്രയായിരിക്കും? 50 ആയിരിക്കും. ഇനി ആംഗിൾ നോക്കിയാൽ ആ ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആർക്ക് ഏതെന്ന് നോക്കിയാൽ മതി. ഒരു ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആർക്ക് എത്രയെന്ന് നോക്കിയാൽ മതി. ഈ ആർക്കിന്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിളിൽ വരിക. തിരിച്ചു പറഞ്ഞാൽ ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഈ ആർക്ക് വരിക. ഓക്കെ, സർക്കിളിലുള്ള ആംഗിൾ ആണ് പറഞ്ഞത്, സെൻട്രൽ ആംഗിൾ അല്ല, സർക്കിളിലുള്ള ആംഗിൾ ആണ് പറഞ്ഞത്. അപ്പൊ സർക്കിളിലുള്ള ഈ ആംഗിളിന്റെ നേരെ എതിരെടുക്കുന്ന ആർക്ക് ഏതെന്ന് നോക്കിയാൽ ഈ ആംഗിളിന് നേരെ എതിരെ എത്രയാണോ, ഈ ആംഗിൾ എത്രയാണോ അത് നേരെ എതിരെ എത്ര വരും? ആ 80ന്റെ ഇരട്ടിയായ 160 വരും. ഇതാണ് ഈ 5 ഡിഗ്രി ആംഗിൾ നോക്കിയേ. ഈ ആംഗിളിന് നേരെ എതിരെയുള്ള ആർക്ക് ഏതാ? AB. കണ്ടാ? ഈ 5ന്റെ ഡബിൾ ആണ് ഈ 10. ഇനി അതേപോലെ ഇവിടെ ആക്കിയേ. ഈ ആംഗിളിന് നേരെ എതിരെയുള്ള ആർക്ക് ഏതാ? AB. അപ്പൊ ഈ 5ന്റെ ഡബിൾ ആണ് ഈ 10. തിരിച്ചു പറഞ്ഞാൽ ഈ 10ന്റെ ഹാഫ് ആണ് ഇവിടെ വരിക. ഇനി ഈ 50 ഡിഗ്രിയുള്ള ആംഗിൾ കണ്ടോ? ഈ ആംഗിൾ 50 ഡിഗ്രിയുള്ള 50 ഡിഗ്രിയുള്ള ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് ഏതാ? ഇത്രയും ഭാഗമാണ്. അത് 50ന്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, ഈ 80ന്റെ ഡബിൾ ആണ് 260. നോക്കിയാണ് ഈ 45 നോക്കിയേ. ഈ 45 ഡിഗ്രി ആംഗിള് ഇത് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആർക്കാണ് ഈ AD അല്ലേ? ഇതേ പോർഷൻ അല്ലേ? എത്ര? ഇത് 90. ഇവിടെ എത്ര? 45. ഈ 80 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് നോക്കിയേ. ഇവിടെ എത്രയാണ്? 160.
ഉണ്ടാ ഇവിടെ 160 ആകുമ്പോൾ ഇവിടെ 80. ഈ രണ്ട് റിലേഷൻ കൃത്യമായി പഠിച്ചു വെച്ചോളണം. ആംഗിളിന് ഓപ്പോസിറ്റും ആംഗിളിന്റെ ആർക്കിന്റെ ഓപ്പോസിറ്റും. ആംഗിളിന് ഓപ്പോസിറ്റ് ആംഗിളിന് ഡബിൾ ആയിരിക്കും ആർക്ക്. ആർക്കിന് ഓപ്പോസിറ്റ് എടുക്കുമ്പം ആർക്കിന്റെ ഹാഫ് ആയിരിക്കും ആംഗിൾ. അപ്പൊ ഈ റിലേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതുപോലത്തുള്ള എത്ര കണക്കിട്ടാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ടെസ്റ്റിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒരു സർക്കിളും ഇതേ പടവും കൊടുത്തിട്ടുണ്ട്, ആംഗിളും മെഷർമെന്റും കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നേരെ നോക്കിയാൽ മതി. ആംഗിൾ നോക്കുക, ആ ആംഗിൾ നേരെ ഓപ്പോസിറ്റുള്ള ആർക്ക് നോക്കുക. ഓക്കെ, ആ ആംഗിൾ എത്രയാണോ, ഇപ്പൊ ഇത് 80 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് എടുക്കണം ഈ ആർക്ക് എത്രയായിരിക്കും? 160 ആയിരിക്കും. അങ്ങനെ ഓരോ ആംഗിളും എടുത്താൽ മതി. അതേ 160 തന്നെ ഇതിന്റെയും ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ ഇവിടെ 160 വന്നാൽ ഇവിടെ എത്ര വന്നേ പറ്റൂ? 80 വന്നേ പറ്റൂ. ഈ 50 ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് 100 അല്ലേ. ഇതേ 100 എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ ഈ ആംഗിൾ എത്ര വന്നേ പറ്റൂ? 50 വന്നേ പറ്റൂ. ആ തിയറി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ 3 ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇത്രയും ഭാഗത്തുള്ള ടെക്സ്റ്റിലുള്ള പോർഷൻസ് എടുക്കുക, അത് ഇത്രയും പോർഷൻസ് എന്ത് ചെയ്യുക? നോക്കുക. ഓക്കെ, അത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻ അഡീഷണൽ ആയിട്ടുണ്ട്. അത് നിങ്ങൾ ടെസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രിൻസിപ്പാളിനോട് പറയുക. സാറ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് അയച്ചു തരും. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ചെയ്യാനുള്ള ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. ഓക്കെ, ബൈ. ബാക്കി അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ.